കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരുമല്ലൂർ. മാനസികാസ്വാസ്ഥ്യമുള്ള ഗൃഹനാഥനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. മാനസികാസ്വാസ്ഥ്യമുള്ള കുടുംബനാഥനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. മായിത്തറ ആനക്കുഴിക്കൽ AT ഷാർമോൻ എന്ന 56-കാരനാണ് തുറവൂർ താലൂക്ക് ആശുപത്രിയിലെ 8 പോസ്റ്റ് ചുമതലയുള്ള 4 പോലീസുകാർക്കെതിരെ ചേർത്തല DYSPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ബുധൻ രാവിലെ 11-നാണ് സംഭവം. കണ്ണിന് തടിച്ചിലും ചൊറിച്ചിലും അനുഭവപ്പെട്ട ഷാർമോനെയും കൂട്ടി ഭാര്യ വിമല തുറവൂർ ആശുപത്രിയിലെത്തി. ചീട്ടെടുക്കാൻ വേണ്ടി വിമല OP കൗണ്ടറിലേക്ക് പോയി. ഈ സമയം ആശുപത്രിക്ക് മുൻവശം എത്തിയ ഒരു ഓട്ടോയുടെ ഡ്രൈവർ ഹോൺ അടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിൽ അടുത്തുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ ഓടിയെത്തി യാതൊരു പ്രകോപനവുമില്ലാതെ ഷാർമോന്റെ മുഖത്തടിച്ചുവെന്നാണ് പരാതി. തുടർന്ന് മറ്റു 3 പേർ കൂടിയെത്തി എല്ലാവരും ചേർന്ന് വിളിച്ച് 8 പോസ്റ്റ് കൊണ്ടുപോയി ഷർട്ടും മുണ്ടും ഊരി അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഭാര്യ വിമല നൽകിയ പരാതിയിൽ പറയുന്നു. എന്നിട്ട് ഞാൻ തുറവൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി ചീട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ ഞമ്മടെ ഇവിടെ നിന്നു ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ചീട്ട് കൊടുത്തും തിരിച്ചു വരുമ്പോഴത്തേക്കും ആളെ കാണാനില്ല. അപ്പോൾ ഞാൻ അവിടെയൊക്കെ നോക്കി വന്നു. അപ്പോൾ അവിടെ എന്തൊക്കെ ഒരു പ്രശ്നം ഉണ്ടെന്നല്ല എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ നിന്ന് ചേച്ചിയോട് ചോദിച്ചു, എൻ്റെ ഭർത്താവിനെ ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു അവിടെ ഒരു പ്രശ്നം എല്ലാവരും അങ്ങോട്ട് നോക്കിയിരിക്കണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അതേ ഇവിടെ നിന്നൊരു ചേട്ടനെ പോലീസുകാർ പൊക്കി അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. 3 പോലീസുകാരൻ ചോദിച്ചു നിരപരാധിയാണ് ആ ചേട്ടൻ. പാവം അത് ഇവിടെ ഇത്ര കണ്ടിട്ട് തന്നെ എനിക്ക് വിഷമായിരുന്നു. ആ ചേട്ടൻ ഒരു ഓട്ടോ വന്നപ്പോൾ മാറിക്കൊടുത്തില്ല എന്നുള്ളതാണ് വിഷയം. അത് പറഞ്ഞുകൊണ്ടാണ് വന്ന് അടിക്കുകയൊക്കെ ചെയ്ത് ഞാൻ അങ്ങോട്ട് എല്ലാവരും കൂടി പൊക്കി കൊണ്ടുപോയിട്ടുണ്ട്, പെട്ടെന്ന് ചെല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയൂ എൻ്റെ ഭർത്താവാണെന്ന് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടിച്ചു നിന്നപ്പോഴത്തേക്കും അവിടെ ഒരു റൂമിൽ ഇങ്ങനെ തുണിയൊക്കെ കെട്ടിമറച്ചിട്ടിരിക്കണ റൂമിൽ ടേബിളിൽ കിടത്തിയിരിക്കണയാണ്, ഉടുവസ്ത്രമില്ല. അപ്പം ഞാൻ ചോദിച്ചു സാറേ ഇത് എന്ത് കാണിക്കണം, ഇപ്പം വാട്ടില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ആളല്ലേ, എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം നിങ്ങളങ്ങനെ മാറി അടിക്കുന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അങ്ങനെ മാറാൻ പറ്റിയല്ലോ, എൻ്റെ ഭർത്താവ് എനിക്ക് ഈ അളക്കുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന മരുന്നിന് കൊണ്ടുവന്നാൽ സാറേ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോഴൊരു ഇവനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അടിക്കും, ഞങ്ങൾ വണ്ടി പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വണ്ടി വരും, ഞങ്ങൾ അടിക്കും, ഇവനെ അടിച്ച് ശരിയാക്കും ഞങ്ങളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ അയാൾ എന്തെങ്കിലും തെറ്റെയ്തെങ്കിലും അങ്ങനെ ചെയ്തോന്നെങ്കിൽ നിങ്ങളൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല, ആർക്കും ഒരു ഉപദ്രവമില്ല, ആരും പറയാനില്ല അങ്ങനെ ഒരു ഉപദ്രവമായിട്ട്. ഞാൻ ചോദിച്ചു സാറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്ത് കാരണം അങ്ങനെ ചെയ്യാൻ എന്താ കാരണം എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒന്നും പറയാനില്ല. 3-4 പോലീസുകാർ എപ്പോഴും ഞാൻ അവരോടും ചോദിച്ചു സാറേ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കണമെന്ന് ചോദിച്ചു. 4 പേരുണ്ടായാലും ഒരാൾ എൻ്റെ വയറ്റത്ത് കയ്യും കുത്തി നിൽക്കണം, എന്നിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കണമെന്ന് ഞാൻ കണ്ടു ചെല്ലണത്. നമ്മൾ നിന്നെ ഞാൻ ശരിയാക്കൂടാന്ന് പറഞ്ഞിട്ട് അയാളുടെ പേര് ഷെഫിക്കെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ പറഞ്ഞത് ആ പോലീസുകാരുടെ പേരങ്ങനെയാണ്. എന്നിട്ട് ഈ ചേട്ടനെ അടിക്കണം, ഞാൻ പാല് പിടിച്ച് പറഞ്ഞ് കെഞ്ചി പറഞ്ഞ് കരഞ്ഞു പറഞ്ഞിട്ടാണ് സാർ വിട്ടു. ദേഹമാസകലം മർദ്ദിച്ചതിനെ തുടർന്ന് മുഖവും മുതുകും ചതഞ്ഞിട്ടുണ്ട്. ഷാർമോനെ കാണാതെ അന്വേഷിച്ചെത്തിയ വിമല കാണുന്നത് മേശപ്പുറത്ത് കിടത്തി തന്റെ ഭർത്താവിനെ മർദ്ദിക്കുന്നതാണ്. സുഖമില്ലാത്ത ആളാണെന്നും 4 വർഷമായി മരുന്ന് കഴിക്കുകയാണെന്നും കരഞ്ഞ് കാലു പിടിച്ചിട്ടാണ് വിട്ടതെന്ന് വിമല പറയുന്നു. ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വീട്ടിലേക്ക് മടങ്ങും വഴി വീണ്ടും ശാരീരിക അസ്വസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് എരുമല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രോഗിയായ ഭർത്താവിനെ അകാരണമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വിമല. ചികിത്സയിലുള്ള ഒരാളും കൂടിയാണ് കാല് പിടിച്ച് പറഞ്ഞിട്ടാണ് അവർ വിട്ടു വന്നെങ്കിൽ, അല്ലെങ്കിൽ അവർ പിന്നെ അടിക്കും. എന്നെ വയ്യാത്തതല്ലേ, വയ്യാതിരിക്കും മരുന്ന് ചൊട്ടിക്കുന്ന ഒരാളാണ്, എൻ്റെ കൂട്ടത്തിലാണ് ഇത്. പിന്നെ വയ്യാതെ കൊണ്ട് വന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും ഇതാണ് അനുഭവമെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, ഞാൻ അതുകൊണ്ടാണ് അവിടെ നിങ്ങൾക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞാൻ തീരെ മതിയ സാറെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് കാല് വെച്ച് പറഞ്ഞ് അവിടെ ഇരുന്ന പേഷ്യൻറ്റിനെ മാറ്റിയിട്ടാണ് ഇയാളെ നോക്കിയത്. അങ്ങനെ എക്സ്റേ എടുക്കാൻ എടുത്തൊന്ന് എക്സ്റേ എടുത്ത് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇന്നലെ അവിടെ സ്കാനിങ് ഇല്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ അവിടെ കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ നമ്മളെടുത്ത് പറഞ്ഞു ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റിയാലെന്ന് പറഞ്ഞു. അഡ്മിറ്റ് ചെയ്യാൻ പറ്റിയാലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വയ്യാത്തൊരു അന്നെ പിന്നെ എന്ത് ചെയ്യും സാറേ, ഞാൻ കൊണ്ടുവരുന്നത് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ട്, എൻ്റെ ബന്ധുക്കൾ പോലും അവിടെ ഇല്ല, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഇതിനൊന്ന് രാത്രി വല്ലതും വൈകി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ കിടത്താൻ പറ്റിയ പിന്നെ മുറിവും അതൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്, ഇപ്പോൾ എന്തായാലും കൊണ്ടുപോയിരിക്കാൻ പറ്റിയല്ല. അങ്ങനെ ഞങ്ങൾ വീട്ടോട്ട് പോകും, വീട്ടോട്ട് പോന്നിട്ട് അതിന് ഇരിക്കാൻ പറ്റില്ല, നടുവിനൊക്കെ ഭയങ്കര വിഷമമാണ്. ന്യൂസ് ബ്യൂറോ, അരൂർ.